ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാധ്യായം 38-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 12-ാധ്യായഃ. മൈത്രേയ ഉവാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യവൈശസാദപേതമന്യം ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണയക്ഷകിന്നരൈः സംസ്തൂയമാനോऽഭ്യവദത്കൃതാഞ്ജലിം. ധനദ ഉവാച. ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോऽസ്മി തേന ഖ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജ. ന ഭവാൻ അവധീയക്ഷാന്നയക്ഷാ ഭ്രാതരം തവ കാലേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ. അഹം ത്വമിത്യപാർത്ഥാധീരജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നീവാഭാത്യ തദ്ധ്യാനാദ്യയാ ബന്ധവിപര്യയൗ. തദ്ഗച്ഛധ്രുവഭദ്രം തേ ഭഗവന്തമധോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാം ഘ്രിമഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്തിയാ ഗുണമയ്യാത്മമായയാ. വൃണീഹി കാമം നൃപയന്മനോഗതം മത്തസ്ത്വമൗത്താനപദേ വിശങ്കിതഃ വരം വരാർഹോംബുജനാഭപാദയോരനന്തരം ത്വാം വയമംഗശുശ്രുമ. മൈത്രേയ ഉവാച. स राजराजेन वराय चोदितो ध्रुवो महाभागवतो महामति हरौ सवव्रेचलितां स्मृतिं यया तरत्ययत्नेन दुरत्ययं तमः. तस्य प्रीतेन मनसा तां दत्वैडविडस्ततः पश्यतोऽन्तर्दधे सोऽपि स्वपुरं प्रत्यपद्यत. अथाय जतयज्ञेशं क्रतुभिर्भूरिदक्षिणैः द्रव्यक्रियादेवतानां कर्मफलप्रदं सर्वात्मन्यच्युते सर्वे तीव्रौघां भक्तिमुद्वहन् ददर्शात्मनि भूतेषु तमेवावस्थितं विभुं. तमेव शीलसम्पन्नं ब्रह्मण्यं दीनवत्सलं गोप्तारं धर्मसेतूनां मेनिरे पितरं प्रजाः. षट्त्रिंशद्वर्षसाहस्रं शशास क्षितिमण्डलं भोगैः पुण्यक्षयं कुर्वन् अभोगैरशुभक्षयम्. एवं बहुसवं कालं महात्मा विचलेन्द्रियः त्रिवर्गोपैकं नीत्वा पुत्रायादान् नृपासनं. मन्यमान इदं विश्वं मायारचितमात्मनि अविद्यारचितस्वप्नगन्धर्वनगरोपमम्. आत्मस्त्र्यपत्यसुहृदो बलमृद्धकोश अन्तःपुरं परिविहारभुवश्चरम्या भूमण्डलं जलधिमेखलमाकलय्य कालोपसृष्टमिति स प्रययौ विशालम्. तस्यां विशुद्धकरणः शिववार्विगाह्य बद्ध्वासनं जितमरुन्मनसा हृदाक्ष स्थूले दधार भगवल्प्रतिरूप एतध्यायंस्तदव्यवहितो व्यसृजत्समाधौ. भक्तिं हरौ भगवति प्रवहन्नजस्रमानन्दबाष्पकलया मुहुरर्द्यमान विक्लिद्यमान हृदयपुलकाचिताङ्गो नात्मानमस्मरदसाविति मुक्तलिङ्गः. स ददर्श विमानाग्र्यं नभसोऽवतरध्रुवः विभ्राजयद्दशदिशो रागापतिमिवोदितं. तत्रानुदेवप्रवरौ चतुर्भुजौ श्यामौ किशोरावरुणाम्बुजेक्षणौ स्थितावष्टभ्यगदां सुवाससौ किरीटहाराङ्गद चारुकुण्डलौ. विज्ञायता उत्तमगायकिङ्करावभ्युत्थित साध्वस विस्मृतक्रमः न नामानि गृणन् मधुद्विष पार्षत्प्रधानाविति संहताञ्जलिः.
തം കൃഷ്ണപാദാഭിനിവിഷ്ടമാനസം ബദ്ധാഞ്ജലിം പ്രശ്രയ നമ്രകന്ധരം സുനന്ദനന്ദാവുപസൃത്യ സസ്മിതം പ്രത്യൂജതൂ പുഷ്കരനാഭസമ്മതൗ. സുനന്ദനന്ദാവൂചതു ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം നോ വഹിതശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതീതൃപത് തസ്യാഖിലജഗദ്ധാതുരാവം ദേവസ്യ ശാർങ്ങിണഃ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവൽപദം സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ യത്സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആതിഷ്ഠതചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാः പരിയന്തി ദക്ഷിണം. അനാസ്ഥിതം തേ പിതൃഭിരന്യൈരപ്യംഗകർഹിചിൽ ആതിഷ്ഠജഗതാം വന്ദ്യം തദ്വിഷ്ണോः പരമം പദം. ഏതദ്വിമാനപ്രവരമുത്തമശ്ലോകമൗലിനാ ഉപസ്ഥാപിതമായുഷ്മൻ അധിരോഢും ത്വമർഹസി. നിശമ്യ വൈകുണ്ഠനിയോജ്യ മുഖ്യയോർ മധുച്യുതാം വാചമുരുക്രമപ്രിയ കൃതാഭിഷേകകൃത നിത്യമംഗളോ മുനിൻ പ്രണമ്യാശിഷം അഭ്യവാദയത്. പരീത്യാഭ്യർച്ച്യ പാർഷദാവഭിവന്ദ്യ ച യേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരണ്മയം. തദോത്ഥാനപദപുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധനി പദം ദത്വാ ആരുരോഹാദ്ഭുതം ഗൃഹം. തദാ ദുന്ദുഭയോ നേതുർമൃദംഗപണവാദയഃ ഗന്ധർവമുഖ്യാ പ്രജഗുഃ പേതുഃ കുസുമവൃഷ്ടയഃ. സ ച സ്വർലോകമാരോക്ഷ്യൻ സുനീതിം ജനനിം ധ്രുവഃ അന്വസ്മരദകം ഹിത്വാ ദീനാം യാസ്യേ ത്രിവിഷ്ടപം. ഇതി വ്യവസിതം തസ്യ വ്യവസായസുരോത്തമൗ ദർശയാമാസ ദുർദേവീം പുരോ യാനേന ഗച്ഛതീം. തത്ര തത്ര പ്രശംസദ്ധി പഥി വൈമാനികൈഃ സുരൈഃ അവഗീര്യമാണോ ദദൃശേ കുസുമൈഃ ക്രമശോ ഗ്രഹാൻ. ത്രിലോകീം ദേവയാനേന സോദിവ്രജമുനീനപി പരസ്താദ്ധ്രുവഗതിർവിഷ്ണോഃ പദമഥാഭ്യഗാത്. യദ്ഭ്രാജമാനം സ്വരുചൈവ സർവതോ ലോകസ്ത്രയോ ഹ്യനു വിഭ്രാജന്തയേതേ. യന്നാവ്രജൻ ജന്തുഷു യേനനുഗ്രഹാ വ്രജന്തി ഭദ്രാണി ചരന്തി യേ നിശം. ശാന്തം സമദൃശശുദ്ധാ സർവഭൂതാനുരഞ്ജനാഃ യാന്യഞ്ജസാച്യുതപദം അച്യുതപ്രിയബാന്ധവാഃ. ഇത്യുത്ഥാനപദപുത്രോ ധ്രുവഃ കൃഷ്ണപരായണഃ അഭൂത്രയാണം ലോകാനാം ചൂടാമണിരിവാമലഃ. അടുത്തത് 39ാമത്തെ ശ്ലോകമാണ്. ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യാമിവ ഗവാം ഗണഃ. ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യാമിവ ഗവാം ഗണഃ. അപ്പോൾ കൗരവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലയോ ആ കുരുവംശജ ആ ചക്കുകുറ്റിയിൽ കെട്ടിയിട്ടിട്ട് അതിവേഗത്തിൽ കുതിക്കണ ആ കാളക്കൂട്ടം പോലെ ആ യാതൊന്നിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ആ ജ്യോതിർഗോള സമൂഹം ആ അനിമിഷം ഏത് നേരവും ഇങ്ങനെ ചുറ്റിത്തിരിയാണ് ചെയ്യണത്. ഗംഭീരവേഗോ നിമിഷം വളരെ വേഗത്തിൽ ഓരോ നിമിഷവും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷാം ചക്രമാഹിതം ജ്യോതിർഗോളങ്ങളുടെ സമൂഹം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ? യസ്മിൻ ഭ്രമതി കൗരവ്യ,
ഈ എന്താണ് കാളക്കൂട്ടം മേഢ്യാമിവ കാളക്കൂട്ടം ഗവാം ഗണഃ കാളക്കൂട്ടം പോലെ ആ ചക്കുകുറ്റിയിൽ കെട്ടിയിട്ട് അതിവേഗത്തിൽ അങ്ങനെ കുതിക്കണ ചക്കുകുറ്റിയിൽ കെട്ടിയിട്ടിട്ട് അതിവേഗത്തിൽ എണ്ണ ആട്ടിക്കാൻ വേണ്ടിയിട്ട് ചക്ക തൊട്ട് സാധനം ഉണ്ടാകും. ചക്കിൽ കാളകളെയാണ് കെട്ടിയിട്ടാണ് അതിന് ഇങ്ങനെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റിയുടെ ചുറ്റും ഇങ്ങനെ ഓടിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുക ഇതിൽ. അപ്പോൾ ആ ചക്കുകുറ്റിയിൽ അതിവേഗത്തിൽ കുതിക്കുന്ന ആ കാളക്കൂട്ടം പോലെയാണ് ആ ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ട് ആ ജ്യോതിർഗോള സമൂഹം ഏതു നേരവും ഇങ്ങനെ ചുറ്റിത്തിരിയണത്. ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യാമിവ ഗണാം ഗവാം ഗണഃ. ഇപ്പോഴത്തെ പദങ്ങൾ ഹേ കൗരവ്യ അല്ലയോ കുരുവംശജ, മേഢ്യാം ചക്കുകുറ്റിയിൽ കെട്ടിയിട്ട്, ഗംഭീരവേഗ അതിവേഗത്തിൽ കുതിക്കുന്ന, ഗവാം ഗണഃ കാളക്കൂട്ടം ഇവ പോലെ, യസ്മിൻ യാതൊന്നിൽ, ആഹിതം കേന്ദ്രീകരിക്കപ്പെട്ട, ജ്യോതിഷാം ചക്രം ജ്യോതിർഗോള സമൂഹം, അനുനിമിഷം ഏതു നേരവും ഭ്രമതി ചുറ്റിത്തിരിയുന്നു. ഒന്നും കൂടി പറയാം. ഹേ കൗരവ്യ അല്ലയോ കുരുവംശജ, മേഢ്യാം ചക്കുകുറ്റിയിൽ കെട്ടിയിട്ട്, ഗംഭീരവേഗ അതിവേഗത്തിൽ കുതിക്കുന്ന, ഗവാം ഗണഃ ആ കാളക്കൂട്ടം ഇവ പോലെ, യസ്മിൻ യാതൊന്നിൽ, ആഹിതം കേന്ദ്രീകരിക്കപ്പെട്ട, ജ്യോതിഷാം ചക്രം ആ ജ്യോതിർഗോള സമൂഹം, അനിമിഷം ഏതു നേരവും ഭ്രമതി ചുറ്റിത്തിരിയുന്നു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ കൗരവ്യ മേഢ്യാം ഗംഭീരവേഗ ഗവാം ഗണാ ഇവ യസ്മിൻ ആഹിതം ജ്യോതിഷാം ചക്രം അനിമിഷം ഭ്രമതി. അതാണ് ഇതിലത്തെ അന്വയം വന്നത്. ഹേ കൗരവ്യ, ഒന്നുകൂടി പറയാം. ഹേ കൗരവ്യ മേഢ്യാം ഗംഭീരവേഗ ഗവാം ഗണഃ ഇവ യസ്മിൻ ആഹിതം ജ്യോതിഷാം ചക്രം അനിമിഷം ഭ്രമതി. അല്ലയോ കുരുവംശജ, ചക്കുകുറ്റിയിൽ കെട്ടിയിട്ട് അതിവേഗത്തിൽ കുതിക്കുന്ന ഈ കാളക്കൂട്ടം പോലെ യാതൊന്നിൽ കേന്ദ്രീകരിക്കപ്പെട്ട ആ ജ്യോതിർഗോള സമൂഹം ഏതു നേരവും ചുറ്റിത്തിരിയുന്നു. അല്ലയോ കുരുവംശശ്രേഷ്ഠനായിരിക്കുന്ന വിതുര, ചക്കുകുറ്റിയിൽ ബന്ധിക്കപ്പെട്ട അതിവേഗമുള്ള കാളകൾ എന്ന പോലെ ധ്രുവസ്ഥാനത്ത് കേന്ദ്രീകരിക്കപ്പെട്ട ആ ജ്യോതിസ്സുകൾ, ആ ധ്രുവലോകത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആ ജ്യോതിർഗോളങ്ങൾ ചുറ്റിത്തിരിയുന്നതർത്ഥം. ആ കേന്ദ്രീകരിക്കപ്പെട്ട ജ്യോതിസ്സുകൾ ഒരു നിമിഷം പോലും ഇടവിടാതെ ഇതിനെ ആസ്പദമാക്കിയിട്ട് അതിവേഗത്തിൽ ഭ്രമണം ചെയ്യണമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ അനന്തകോടി ജ്യോതിർഗോളങ്ങൾ അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാതെ അനുസ്യൂതമായിട്ട് ഭ്രമണം ചെയ്യുന്നത് പരസ്പര ആകർഷണം കൊണ്ടാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം അവലംബമായും നിശ്ചലമായും സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രം ആവശ്യമാണല്ലോ, അതാണ് ധ്രുവപദം. ഈ ബ്രഹ്മാണ്ടത്തിലെ ജ്യോതിർഗോളങ്ങളുടെ ആകമാനം ഭാരം വഹിച്ചുകൊണ്ട് സ്വസ്ഥാനത്ത് നിന്ന് അണുപോലും ചലിക്കാതെയാണ് ആ ധ്രുവൻ്റെ സ്ഥിതി. ധ്രുവപദത്തിൻ്റെ അർത്ഥവും അതുതന്നെ. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണമെന്നുള്ളത്. ഹേ വിതുര, അതിവേഗമുള്ള കാളകൾ ചക്കുകുറ്റിയിൽ എന്ന പോലെ ആ ധ്രുവസ്ഥാനത്ത് ജ്യോതിശ്ചക്രം അർപ്പിക്കപ്പെട്ട് അതിവേഗത്തിൽ തിരിയുന്നു എന്നുള്ളതാണ് അർത്ഥമായിട്ട് പറയുന്നത്. ഒന്നുകൂടി നോക്കാം നമ്മൾക്ക്. ധ്രുവൻ പ്രാപിച്ചതായിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ആ മഹിമയെ മുമ്പേ പറഞ്ഞതിനെ തന്നെ ആ ദാർഢ്യത്തിനായിട്ട് വീണ്ടും പറയുകയാണ്. ഹേ കുരുകുലശ്രേഷ്ഠ, കെട്ടുന്ന കുറ്റിയിൽ ബന്ധിച്ചിരിക്കുന്ന അതിവേഗമുള്ള അനേകം കാളകൾ എന്ന പോലെ യാതൊന്നിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏതു കാലത്തും ക്ഷീണിക്കാതെ വേഗത്തോടുകൂടെ ആ ജ്യോതിശ്ചക്രം യാതൊരു സ്ഥാനത്തിൽ ചുറ്റിത്തിരിയുന്നു.
ആ ഭക്തസംഘത്തിൽ ധ്രുവനുള്ള ആ വൈഭവത്തെ സൂചിപ്പിക്കുവാനായിട്ട് ശ്രീനാരദൻ അവനെ സ്തുതിച്ച് കഥ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാ സുനന്ദ അപ്പോൾ ഹേ വിതുര, അല്ലയോ വിതുര, യസ്മിൻ പതേ നിമിഷം, ഓരോ നിമിഷത്തിലും ജ്യോതിശ്ചക്രം ഭ്രമതി, ആ ജ്യോതിശ്ചക്രം എങ്ങനെയാണോ ഭ്രമിക്കുന്നത് അതുപോലെ ആ ധ്രുവപദത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് യസ്മിൻ പതേ നിമിഷം, അതിൻ്റെ ഓരോ അടികളെയും അനുനിമിഷം ജ്യോതിശ്ചക്രം ഭ്രമതി, ആ ധ്രുവപദത്തെ ആ ജ്യോതിശ്ചക്രം എല്ലായ്പ്പോഴും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗോളങ്ങൾ ഈ ധ്രുവഗോളത്തെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യസ്മിൻ പതേ നിമിഷം ജ്യോതിശ്ചക്രം ഭ്രമതി എന്നുള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മഹിമാനം മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി ആതോദ്യം വിതുദൻ ശ്ലോകാൻ സത്രേ ഗായത് പ്രചേതസാം. മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി ആതോദ്യം വിതുദൻ ശ്ലോകാൻ സത്രേ ഗായത് പ്രചേതസാം. 40ാമത്തെ ശ്ലോകം. അപ്പോൾ ഭഗവാനായിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി ഇദ്ദേഹത്തിൻ്റെ മഹിമ കണ്ടിട്ട് ആ പ്രചേതസ്സുകളുടെ ആ സത്രത്തിൽ വെച്ചിട്ട് ആ വീണ വായിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ഗാനം ചെയ്തു. ആ ധ്രുവൻ്റെ ആ മഹിമ കണ്ടിട്ട് എന്നർത്ഥം. ഭഗവാൻ ആയിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി ആ ധ്രുവൻ്റെ മഹിമ കണ്ടിട്ട്, ആ ധ്രുവപദത്തിൻ്റെ മഹിമ കണ്ടിട്ട് പ്രചേതസാം സത്രേ, ആ സത്രത്തിൽ വെച്ചിട്ട് പ്രചേതസ്സുകളുടെ ആ സത്രത്തിൽ വെച്ചിട്ട് ആദ്യം ആതോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്രത്തിൽ വെച്ചിട്ട് ആ വീണ വായിച്ചു കൊണ്ടിട്ട് ശ്ലോകങ്ങൾ, ഈ പറയുന്ന ശ്ലോകങ്ങൾ ഗാനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മഹിമാനം വിലോക്യാസ്യ, മഹിമയെ കണ്ടിട്ട് നാരദോ, നാരദൻ ഭഗവാൻ ഋഷി, ഭഗവാനാകുന്ന നാരദനായിരിക്കുന്ന ഋഷി ആതോദ്യം, ആ വീണയെ വിദ്യുതൻ മീട്ടിക്കൊണ്ട് ശ്ലോകങ്ങൾ സത്രേ, ആ സത്രത്തിൽ ഗായത്, പ്രചേതസ്സുകളുടെ സത്രത്തിൽ ആ ശ്ലോകങ്ങളെ പാടി. സത്രേ ഗായത് പ്രചേതസാം. ഇത്തെ പദങ്ങൾ ഭഗവാനായ നാരദ ഋഷി, ശ്രീനാരദ മഹർഷി, അസ്യ ഇദ്ദേഹത്തിൻ്റെ മഹിമാനം മഹിമ വിലോക്യ കണ്ട്, പ്രചേതസാം പ്രചേതസ്സുകളുടെ സത്രേ സത്രത്തിൽ വെച്ച്, ആതോദ്യം വീണ, വിദ്യുതൻ വായിച്ചുകൊണ്ട്, ശ്ലോകങ്ങൾ അഗായത് ഗാനം ചെയ്തു. ഒന്നും കൂടി പറയാം. ഭഗവാനായിരിക്കുന്ന നാരദ ഋഷി ശ്രീനാരദ മഹർഷി അസ്യ ഇദ്ദേഹത്തിൻ്റെ മഹിമാനം മഹിമയെ വിലോക്യ കണ്ടിട്ട്, പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച്, ആതോദ്യം വീണ വിദ്യുതൻ വായിച്ചുകൊണ്ട്, ശ്ലോകങ്ങൾ അഗായത് ഗാനം ചെയ്തു. അതിലത്തെ അന്വയം വന്നിട്ട് ഭഗവാൻ നാരദ ഋഷി അസ്യ മഹിമാനം വിലോക്യ പ്രചേതസാം സത്രേ ആതോദ്യം വിതുദൻ ശ്ലോകാൻ അഗായത്. എന്നുകൂടി പറയാം. ഭഗവാൻ നാരദ ഋഷി അസ്യ മഹിമാനം വിലോക്യ പ്രചേതസാം സത്രേ ആതോദ്യം വിതുദൻ ശ്ലോകാൻ അഗായത്. ഭഗവാനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഇദ്ദേഹത്തിൻ്റെ ആ മഹിമ കണ്ടിട്ട് പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് വീണ വായിച്ചുകൊണ്ട്
ആ ശ്ലോകങ്ങൾ ഗാനം ചെയ്തു. ധ്രുവൻ്റെ ഇപ്രകാരമുള്ള ആ മാഹാത്മ്യത്തെ ദർശിച്ച ആ ഭഗവാനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ആ ധ്രുവൻ്റെ മഹിമയെ വാഴ്ത്തുന്ന ഇനി വരാൻ പോകുന്ന 3 ശ്ലോകങ്ങൾ ആ തൻ്റെ വീണയിൽ വായിച്ചു എന്നാണ് പറയുന്നത്. ആതോദ്യം, വാദിത്രം എന്നിവ ആ ചതുർവിധ വാദ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ചതുർവിധമിതം വാദ്യേ വാദിത്രാതോദ്യനാമകം എന്ന് അമരകോശത്തിൽ പറയുന്നുണ്ട്. ഇതിൽ വാദിത്രം ദേവവാദ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന പദമാണ് വാദിത്രം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, വാദിത്രം ദേവവിഹിതം നൃലോകേ എന്ന വിദ്യത്തെ. ആതോദ്യം ദേവവാദ്യത്തിനും മനുഷ്യവാദ്യത്തിനും ഉപയോഗിക്കാം. ആതോദ്യം എന്നത് വാദ്യങ്ങളുടെ പൊതുവായിരിക്കുന്ന സംജ്ഞയാണെങ്കിലും ഇവിടെ വീണ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചതുർവിധ വാദ്യങ്ങളെപ്പറ്റി ആ വിഷ്ണു ധർമ്മോത്തരത്തിൽ പറയുന്നുണ്ട്. അഥാതോദ്യവിധാനം ചതുർവിധമാതോദ്യം തതം സുഷിരം ഘനം അവനദ്ധം ച തതം വീണാദിസുഷിരം വംശാദി ഘനം താലാദി അവനദ്ധം മുരജാതി ഒക്കെ വിഷ്ണു ധർമ്മോത്തരത്തിൽ പറയുന്നുണ്ട്. തതം സുഷിരം ഘനം അവനദ്ധം ഇങ്ങനെ ആതോദ്യം അഥവാ വാദ്യങ്ങൾ 4 വിധം. വീണ മുതലായവ തതം, ഓടക്കുഴൽ മുതലായവ സുഷിരം, ഇലത്താള മുതലായവ ഘനം, മിഴാവ്, മൃദംഗം, ചെണ്ട, മദ്ദളം മുതലായവ അവനദ്ധം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട് ഈ ധ്രുവൻ്റെ ആ മഹിമാതിശയം കണ്ടിട്ട് ആ സർവജ്ഞനായിരിക്കുന്ന നാരദ മഹർഷി തൻ്റെ വീണ വായിച്ചുകൊണ്ട് പ്രചേതസ്സുകളുടെ സത്രത്തിൽ ധ്രുവൻ്റെ ആ മഹിമ പ്രകാശിപ്പിക്കുന്ന 3 ശ്ലോകങ്ങൾ ചൊല്ലി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജ്യോതിശ്ചക്രം യാതൊരു സ്ഥാനത്ത് ചുറ്റിത്തിരിയുന്നു. ആ ഭക്തസംഘത്തിൽ ധ്രുവനുള്ള വൈഭവത്തെ സൂചിപ്പിക്കുവാനായിട്ട് ആ ശ്രീനാരദ മഹർഷി അവനെ സ്തുതിച്ച് കഥ പറയുന്നു. ധ്രുവൻ്റെ ഭക്തി നിമിത്തമുണ്ടായിരിക്കുന്ന മഹിമയെ കണ്ടിട്ട് ആ പ്രചേതസ്സുകൾ എന്ന രാജാക്കന്മാർ ആരംഭിച്ച ആ സത്രത്തിൽ പ്രവേശിച്ച ആ ഭഗവത് കൃപാപാത്രമായിരിക്കുന്ന ശ്രീനാരദ ഋഷി വീണയെ മീട്ടിയും കൊണ്ട് ഈ ശ്ലോകങ്ങളെ വായിച്ചു ഉള്ളതാണ് പറയുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ ഇവിടെ ഹേ വിദുര യസ്മിൻ പദേ നിമിഷം ജ്യോതിശ്ചക്രം ഭ്രമതി നാരദൻ ധ്രുവപ്രഭാവം, ആ ധ്രുവൻ്റെ പ്രഭാവത്തെ വിലോക്യ കണ്ടിട്ട് ധ്രുവൻ്റെ പ്രഭാവത്തെ കണ്ടിട്ട് പ്രചേതസാം യജ്ഞേ, പ്രചേതസ്സുകളുടെ യജ്ഞത്തിൽ 3 ശ്ലോകാൻ 3 ശ്ലോകങ്ങളെ ജഗൗ പാടി വായിച്ചു എന്നർത്ഥം. നാരദോ ധ്രുവപ്രഭാവം വിലോക്യ, നാരദൻ ആ പ്രഭാവത്തെ കണ്ടിട്ട് പ്രചേതസാം യജ്ഞേ, പ്രചേതസ്സുകളുടെ യജ്ഞത്തിൽ 3 ശ്ലോകാൻ ജഗൗ 3 ശ്ലോകങ്ങളെ പാടി അർത്ഥം. നാരദോ ധ്രുവപ്രഭാവം വിലോക്യ പ്രചേതസാം യജ്ഞേ 3 ശ്ലോകാൻ ജഗൗ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നാരദ ഉവാച, 3 ശ്ലോകങ്ങൾ ചൊല്ലുന്നതാണ്. നൂനം സുനീതേഹ പതിദേവതായാസ്തവ പ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാഭ്യുപായാനപി വേദവാദിനോ നൈവാധിഗന്തും പ്രഭവന്തി കിം നൃപാഃ. നൂനം സുനീതേഹ പതിദേവതായാസ്തവ പ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാഭ്യുപായാനപി വേദവാദിനോ നൈവാധിഗന്തും പ്രഭവന്തി കിം നൃപാഃ. ആ വേദജ്ഞർ അതിനുള്ള മാർഗങ്ങൾ കണ്ടവരായിട്ടും കൂടിയിട്ട് ആ പതിവ്രതാരത്നമായിരിക്കുന്ന സുനീതിയുടെ പുത്രൻ്റെ ആ പ്രഭാവത്തിൻ്റെ ആ ഫലത്തെ പ്രാപിക്കുവാൻ
വേദജ്ഞർ പോലും അവർക്ക് പോലും അവർ ശക്തരല്ല എന്നർത്ഥം, ശക്തരാകുന്നില്ല എന്നത് തീർച്ച തന്നെ. പിന്നെ ഉണ്ടോ ഈ രാജാക്കന്മാരുടെ കഥ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വേദജ്ഞർ അഭ്യുപായൻ അതിനുള്ള ആ ഉപായങ്ങൾ കണ്ടവരായിട്ടും കൂടിയിട്ട് പതിദേവതായ പതിവ്രത രത്നം ആയിരിക്കുന്ന ആ സുനീതിയുടെ പുത്രൻ്റെ ആ തപപ്രഭാവത്തിൻ്റെ ആ ഫലത്തെ പ്രാപിക്കുവാൻ ശക്തരാകുന്നില്ല, വേദജ്ഞർ പോലും ശക്തരാകണില്ല അർത്ഥം. ഇത് തീർച്ച. അങ്ങനെ ആ രാജാക്കന്മാർ പിന്നെ ആ രാജാക്കന്മാർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നൂനം സുനീതേഹേ പതിദേവതായ സ്തവപ്രഭാവസ്യ സുതസ്യ താം ഗതിം. സുനീതിയുടെ പുത്രനായ ആ ധ്രുവൻ്റെ ആ തപപ്രഭാവം ദൃഷ്ടാഭ്യുപായാനപി വേദവാദിനോ കണ്ടാൽ ആ വേദവാദികൾക്ക് പോലും നൈവാധിഗന്തും അവർക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. പിന്നെയുണ്ടോ പ്രഭവന്തി കിം നൃപാഹ ഈ രാജാക്കന്മാർക്ക് സാധിക്കണു എന്നുള്ളതാണ് ചോദിക്കുന്നത്. നൂനം സുനീരേ പതിദേവതായാസ്തവ പ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാഭ്യുപാൻ ഉപായാനപി വേദവാദിനോ നൈവാധിഗന്ധം പ്രഭവന്തി കിം നൃപാഹ. പദങ്ങൾ വേദവാദിനഃ വേദജ്ഞർ, അഭ്യുപായാൻ അതിനുള്ള മാർഗങ്ങൾ, ദൃഷ്ട്വാ അപി കണ്ടവരായിട്ടും കൂടിയിട്ട്, പതിദേവതായ പതിവ്രതാരത്നമായ സുനീതേഹെ സുനീതിയുടെ സുതസ്യ പുത്രൻ്റെ തപപ്രഭാവസ്യ തപപ്രഭാവത്തിൻ്റെ താം ഗതിം ആ ഫലത്തെ അധിഗന്തും പ്രാപിക്കുവാൻ ന പ്രഭവന്തി ശക്തരാകുന്നില്ല. ഏവ നൂനം തീർച്ച തന്നെ. നൃപാഹക്കിം രാജാക്കന്മാരാണോ പിന്നെ. ഒന്നുകൂടി പറയാം അടുത്ത പദങ്ങൾ. വേദവാദിനഃ വേദജ്ഞർ, അഭ്യുപായാൻ അതിനുള്ള മാർഗങ്ങൾ, ദൃഷ്ട്വാ അപി കണ്ടവരായിട്ടും കൂടി, പതിദേവതായ പതിവ്രതാരത്നമായിരിക്കുന്ന സുനീതേഹെ സുനീതിയുടെ സുതസ്യ പുത്രൻ്റെ തപപ്രഭാവസ്യ തപപ്രഭാവത്തിൻ്റെ താം ഗതിം ആ ഫലത്തെ അധിഗന്തും പ്രാപിക്കുവാൻ ന പ്രഭവന്തി ശക്തരാകുന്നില്ല. ഏവം നൂനം തീർച്ച. നൃപാഹക്കിം രാജാക്കന്മാർ ആണോ പിന്നെ. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് വേദവാദിനഃ അഭ്യുപായാൻ ദൃഷ്ട്വാ അപി പതിദേവതായാഹ സുനീതേഹ സുതസ്യ തപപ്രഭാവസ്യ താം ഗതിം അധിഗന്തും ന പ്രഭവന്തി ഏവ നൂനം നൃപാഹ കിം എന്നുള്ളതാണ് അന്വയം വരിക. ഒന്നുകൂടി പറയാം. വേദവാദിനഃ അഭ്യുപായാൻ ദൃഷ്ട്വാ അപി പതിദേവതായാഹ സുനീതേഹ സുതസ്യ തപപ്രഭാവസ്യ താം ഗതിം അധിഗന്തും ന പ്രഭവന്തി ഏവ നൂനം നൃപാഹ കിം. അപ്പോൾ വേദജ്ഞർ അതിനുള്ള മാർഗങ്ങൾ കണ്ടവരായിട്ടും കൂടിയിട്ട് ആ പതിവ്രതാരത്നമായിരിക്കുന്ന സുനീതിയുടെ പുത്രൻ്റെ ആ തപപ്രഭാവത്തിൻ്റെ ആ ഫലത്തെ പ്രാപിക്കുവാൻ ശക്തരാകുന്നില്ല. തീർച്ച. രാജാക്കന്മാർക്ക് പിന്നെ രാജാക്കന്മാരാണോ പിന്നെ ആ സ്ഥാനത്തെ നേടുന്നത്. പതിവ്രതാരത്നമായിരിക്കുന്ന സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവന് തൻ്റെ തപസ്സിൻ്റെ ഫലമായി ലഭിച്ച ഈ അത്യുത്തമ പദവിയെ കണ്ടിട്ട് വേദജ്ഞന്മാരും അതിനെ പ്രാപിക്കാൻ കഴിവുള്ളവരുമായിരിക്കുന്ന ഋഷീശ്വരന്മാർ പോലും പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട അവസ്ഥയിൽ ആ രാജാക്കന്മാർക്ക് അതുണ്ടോ സാധിക്കാൻ പോകുന്നു. ഒരു ക്ഷത്രിയനായ ധ്രുവനാണല്ലോ ധ്രുവ പദവി ലഭിച്ചത്. അതിനാൽ ഒന്ന് പരിശ്രമിക്കാം എന്ന് ആ രാജാക്കന്മാർ ആരും വ്യാമോഹിക്കണ്ട എന്നാണ് കൈമുത്യന്യായം
സംസ്കൃത വ്യാകരണത്തിലത്തെ ഒരു ന്യായമാണ്. കൈമുത്യ ന്യായം പ്രകാരം ഈ നാരദ വാക്യത്തിൽ പറയുന്നത്, ധ്രുവൻ്റെ മാതാവ് സുനീതി നല്ല നീതിബോധമുള്ളവളാണ്, പതിവ്രതാരത്നവുമാണ്. ആ മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്, ശ്രീനാരദ മഹർഷിയുടെ ഉപദേശമുണ്ട്, കൂടാതെ ഭഗവത് ഭക്തിയുമുണ്ട്. എന്തു ത്യാഗവും സഹിച്ചും കാര്യം സാധിക്കാൻ ഉള്ള ആ ദൃഢനിശ്ചയവും തപപ്രഭാവവും ആണ് സർവോപരി വിലസിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവിന് പോലും ലോകസൃഷ്ടിക്കുള്ള പ്രാപ്തി കൈവന്നത് ആ തപശക്തി കൊണ്ടാണെന്ന് ആ ദ്വിതീയത്തിലും മറ്റും കാണാം. ഈ ശ്ലോകം മുതൽ 3 ശ്ലോകങ്ങൾ വീണയിൽ വായിച്ചവയാകയാൽ സ്വരനിബദ്ധങ്ങളാണ്. അടുത്ത ശ്ലോകത്തിലെ 4-ാം പാദത്തിലെ ഗായ ശബ്ദം പരോക്ഷമായിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നു. ജിഗായ എന്നാൽ ജയിച്ചു എന്നർത്ഥം. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ഗായ എന്ന ശബ്ദം അടർത്തിയെടുത്താൽ ഇപ്രകാരം വ്യാഖ്യാനിക്കാം എന്ന് സാരം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പതിവ്രത ശിരോമണിയായിരിക്കുന്ന ആ സുനീതിയുടെ പുത്രൻ്റെ തപസ്സിനുള്ള ദിവ്യപ്രഭാവം പ്രാപിക്കുവാൻ വേദജ്ഞരായിട്ടുള്ള ഋഷീശ്വരന്മാർ പോലും എത്ര ശ്രമിച്ചിട്ടും ശക്തരാകുന്നില്ല. അപ്പോൾ പിന്നെ മറ്റു രാജാക്കന്മാർക്ക് അത് കഴിയുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നാരദൻ പറഞ്ഞു, സുനീതിയുടെ ആ പാതിവ്രത്യ മഹിമ കൊണ്ടാണ് അവന് ഇത്രത്തോളം തപപ്രഭാവവും തൽഫലമായിരിക്കുന്ന ഉന്നത പദവി പ്രാപ്തിയും ഉണ്ടായത്. നിശ്ചയം, വേദം നന്നായി അറിഞ്ഞവർ അനുഷ്ഠാന മാർഗങ്ങളെ പരിശോധിച്ചിട്ടും ധ്രുവഗതിയെ പ്രാപിപ്പാൻ ഉപകരിക്കുന്ന ഉപായം അവർ അറിയുന്നില്ല. നിശ്ചയമാണ്, രാജാക്കന്മാർക്ക് ആ സ്ഥാനം പ്രാപിപ്പാൻ സാധിക്കുന്നതല്ലെന്ന് വേറെ ഇനി പറയേണ്ടതില്ലല്ലോ, പറയണമോ എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട്, നാരദ ഉവാച നൂനം സുനീതേഃ പുത്രസ്യ ധ്രുവസ്യ വിക്രമമധിഗന്തും. ആ സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവൻ്റെ ആ വിക്രമം കൊണ്ട് കിട്ടിയിട്ടുള്ള ഈ ധ്രുവസ്ഥാനം യോഗിനോപി, യോഗികൾക്ക് പോലും നൈവ പ്രഭവന്തി, അതിൻ്റെ ആ പ്രഭാവം കിട്ടുന്നില്ല. പുനർനൃപാഹ, പിന്നെയുണ്ടോ ഈ രാജാക്കന്മാർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൂനം, തീർച്ചയായിട്ടും സുനീതേഹ പുത്രസ്യ, സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവൻ്റെ വിക്രമമധിഗന്തും, ആ വിക്രമം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ധ്രുവപദം യോഗിനോപി നൈവ, യോഗികൾക്ക് പോലും നൈവ ഒരിക്കലും പ്രഭവന്തി, അതിൻ്റെ പ്രഭാവം കിട്ടുന്നില്ല. കിം പുനർനൃപാഹ, പിന്നെയുണ്ടോ ഈ രാജാക്കന്മാർക്ക് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. നൂനം സുനീതേഹ പുത്രസ്യ ധ്രുവസ്യ വിക്രമമധിഗന്തും യോഗിനോപി നൈവ പ്രഭവന്തി കിം നൃപാഹ എന്നുള്ളതാണ് അതിലെ ചോദ്യം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യഃ പഞ്ചവർഷോ ഗുരുദാരവാക്ഷരൈർ ഭിന്നേന യാതോ ഹൃദയേന ദൂയത വനം മദാദേശകരോചിതം പ്രഭും ജിഗായ തൽഭക്തഗുണൈ പരാജിതം. എന്നുകൂടി ചെല്ലാം. യഃ പഞ്ചവർഷോ ഗുരുദാരവാക്ഷരൈർ ഭിന്നേന യാതോ ഹൃദയേന ദൂയത വനം മദാദേശകരോചിതം പ്രഭും ജിഗ്വായ തദ്ഭക്തഗുണൈ പരാജിതം. ആ ഗുരുദാരവാക്ഷരൈഹി, ആ ചിറ്റമ്മയുടെ വാക്കാകുന്ന ശരങ്ങളാൽ പിളർന്നതും വേദനിക്കുന്നതും ആയിട്ടുള്ള ആ മനസ്സോടെ ആ 5 വയസ്സായിരിക്കുന്ന ഏതൊരാൾ കാട്ടിൽ പോയിട്ട് എൻ്റെ ആ ഉപദേശത്തെ പ്രാവർത്തികമാക്കിയിട്ട് ആർക്കും ജയിക്കാൻ പറ്റാത്തവനെങ്കിലും അവിടുത്തെ ആ ഭക്തന്മാരുടെ ഗുണങ്ങളാൽ മാത്രം തോൽപ്പിക്കപ്പെടുന്നവനുമായിരിക്കുന്ന ആ പ്രഭു സർവേശ്വരനെ ഇവിടെ ആ ധ്രുവൻ ജയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. യഹ് പഞ്ചവർഷോ, 5 വർഷമായിരിക്കുന്ന ആ ധ്രുവൻ ഗുരുദാരവാക്ഷരേർ, ആ
ചിറ്റമ്മയുടെ വാക്കാകുന്ന ശരങ്ങളാൽ ഭിന്നേന ഹൃദയം പൊട്ടിയിട്ട് പിളർന്നതും യാതോ ഹൃദയേന ദൂയത ആ പൊട്ടിപ്പിളർന്ന ഹൃദയവും ആയിട്ട് മനസ്സോട് കൂടിയിട്ട് വനം മദാദേശകരോചിതം ആ വനത്തിൽ പ്രവേശിച്ചിട്ട് വനംഗത കാട്ടിൽ പോയിട്ട് മദാദേശകര എൻ്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കിയിട്ട് എന്നർത്ഥം. എൻ്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കിയിട്ട് അജിതം ആ പ്രഭുവിനെ ജയിക്കാൻ പറ്റാത്തവനെങ്കിലും അവിടുത്തെ ആ ഭക്തി ഗുണങ്ങളാൽ ആ തോൽപ്പിക്കപ്പെട്ടവനും ആയിരിക്കുന്ന ആ സർവേശ്വരനെ ആ ധ്രുവൻ അങ്ങനെ തോൽപ്പിച്ചു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഗുരുദാരവാക്ഷരേഹി ചിറ്റമ്മയുടെ വാക്കാകുന്ന ശരങ്ങളാൽ ഭിന്നേന പിളർന്നതും ദൂയതാം വേദനിക്കുന്നതും ആയിരിക്കുന്ന ഹൃദയേന മനസ്സോടെ പഞ്ചവർഷാഹ 5 വയസ്സായിരിക്കുന്ന യഹ ഏതൊരാൾ വനം ഗതഃ കാട്ടിൽ പോയിട്ട് മത് ആദേശകരഃ എൻ്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കിയിട്ട് അജിതം ആർക്കും ജയിക്കാൻ പറ്റാത്തവനാണെങ്കിലും തൽഭക്തഗുണൈ അവിടുത്തെ ഭക്തന്മാരുടെ ഗുണങ്ങളിൽ മാത്രം പരാജിതം തോൽപ്പിക്കപ്പെട്ടവനും ആയും പ്രഭും സർവേശ്വരനെ ജിഗായ ആയിരിക്കുന്ന ആ ഭഗവാനെ ജയിച്ചു. ഒന്നും കൂടി പറയാം അതിലത്തെ വാക്കുകൾ. ഗുരുവാക്ഷരൈഹി ഗുരുദാരവാക്ഷരൈഹി ചിറ്റമ്മയുടെ വാക്കാകുന്ന ശരങ്ങളാൽ ഭിന്നേന പിളർന്നതും ദൂയത വേദനിക്കുന്നതുമായ ഹൃദയേന മനസ്സോടെ പഞ്ചവർഷ 5 വയസ്സായിരിക്കുന്ന യഹ ഏതൊരാൾ വനം ഗതഃ കാട്ടിൽ പോയിട്ട് മത് ആദേശകരഃ എൻ്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കിയിട്ട് അജിതം ആർക്കും ജയിക്കാൻ പറ്റാത്ത ഭക്തഗുണൈഹി അവിടുത്തെ ഭക്തന്മാരുടെ ആ ഗുണങ്ങളാൽ മാത്രം പരാജിതം തോൽപ്പിക്കപ്പെട്ടവനും ആയിരിക്കുന്ന പ്രഭും ആ സർവേശ്വരനെ ജിഗായ ജയിച്ചു. അതിൽ തന്വയം വന്നിട്ട് ഗുരുദാരവാക്ഷരൈ ഭിന്നേന ഗുരുദാരവാക്ഷരൈ ഭിന്നേന ദൂയതാ ഹൃദയേന പഞ്ചവർഷ യഹ വനം ഗതഃ മത് ആദേശകരഃ അജിതം ത്വദ്ഭക്തഗുണൈ പരാജിതം പ്രഭും സർവേശ്വരനെ ശ്രീഹരിയെ ജയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ അന്വയം വന്നിട്ട് ഗുരുദാരവാക്ഷരൈഹി ഭിന്നേന ദൂയതാ ഹൃദയേന പഞ്ചവർഷഃ യഹ വനം ഗതഃ മത് ആദേശകരഃ അജിതം മത് ആദേശകരഃ അജിതം തൽഭക്തഗുണൈ പരാജിതം പ്രഭും ജിഗായ. അതായത് ആ ചിറ്റമ്മയുടെ ആ വാക്കാകുന്ന ശരങ്ങളാൽ ആ ഭേദിക്കപ്പെട്ട ഹൃദയത്തോടെ ആ വിഷണ്ണനായിട്ട് എൻ്റെ ഉപദേശത്തെ മാനിച്ച് വനത്തിൽ പോയിട്ട് ആർക്കും ജയിക്കാൻ കഴിയാത്തവനും എന്നാൽ ഭക്തന്മാരുടെ ആ ഗണങ്ങൾക്ക് അധീനനും ആയിരിക്കുന്ന ശ്രീഹരിയെ ജയിച്ചു. ഗുരുദാരങ്ങൾ എന്നാൽ പിതാവിൻ്റെ പത്നി എന്നും ഇവിടെ സുരുചി എന്നും ഒക്കെ അർത്ഥമുണ്ട്. അജിതനെ ജയിക്കുക എന്നത് വിരോധാഭാസം ആയി തോന്നാം. എന്നാൽ അജിതൻ എന്നാൽ കേനാപ്യവതാരേഷു ജിതഃ
സഹസ്രനാമ ഭാഷ്യത്തിൽ ഇവിടെ അജിതഭാവം ഉത്സർഗവും ഭക്തഗുണങ്ങളാൽ പരാജിതനാവുന്ന ഭാവം അപവാദവും ആണ്. ഇപ്പോൾ ഇതിലത്തെ അർത്ഥം, പതിവ്രത ശിരോമണിയായിരിക്കുന്ന സുനീതിയുടെ പുത്രൻ്റെ ആ തപസ്സിനുള്ള ദിവ്യപ്രഭാവം പ്രാപിക്കുവാൻ വേദജ്ഞന്മാരായ ഋഷീശ്വരന്മാർക്ക് പോലും എത്രയെത്ര ശ്രമിച്ചിട്ടും ആ ശക്തർ ആകുന്നില്ല. അപ്പോൾ പിന്നെ മറ്റ് രാജാക്കന്മാർക്കത് കഴിയുമോ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ യാതൊരുവൻ ആ 5 വയസ്സ് മാത്രം ഉള്ളവരായിരുന്നിട്ടും ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ വൈകുണ്ഠനെ പ്രസാദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലെത്തി. ആ വിശിഷ്ട സ്ഥാനം അനേകായിരം വർഷങ്ങൾ കൊണ്ട് പോലും ഏതു ക്ഷത്രിയനാണ് അതിനെ പ്രാപിക്കാൻ സാധിക്കുക? 5 വയസ്സ് മാത്രം പ്രായമായിരിക്കുന്ന ഈ കുട്ടി ആ സപത്നീമാതാവിൻ്റെ വാക്ശരങ്ങളാൽ ഭേദിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി വിഷണ്ണനായിട്ട് ആ മനസ്സോടുകൂടി വനത്തിൽ പോയിട്ട് എൻ്റെ ഉപദേശവും അനുസരിച്ച് ആരാലും ജയിക്കപ്പെടാത്തവനും ഭക്തന്മാരുടെ ഗുണഗണങ്ങളാൽ പരാജിതനും ആയിരിക്കുന്ന ആ പ്രഭുവിനെ ജയിച്ചു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം പറയുന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, സുനീതിയുടെ ആ പാതിവൃത്യ മഹിമ കൊണ്ടാണ് അവന് ഇത്രത്തോളം അത് പറഞ്ഞപ്പോൾ ധ്രുവൻ്റെ ആ വിശേഷ ഗുണത്തെ പറയുന്നു. ധ്രുവൻ 5 വയസ്സ് മാത്രം പ്രായം ആയിരിക്കുമ്പോൾ തന്നെ അസാധാരണ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിച്ചിരുന്നു. എങ്ങനെയെന്നാൽ അച്ഛൻ്റെ പ്രിയപത്നിയായിരിക്കുന്ന സുരുചിയുടെ വാക്കുകൾ ശരങ്ങൾ എന്ന പോലെ അവൻ്റെ ഹൃദയത്തെ തപിപ്പിച്ചു. ആ ദുഃഖനിമിത്തം ആ ചെറുപ്രായത്തിൽ തന്നെ വനത്തിൽ പ്രവേശിച്ച് കഠിന തപസ് ചെയ്തു. മധ്യേ മാർഗം ഞാൻ അവനെ കാണുകയും ഭഗവത് ഭജനത്തിന് ക്രമത്തെ ഉപദേശിക്കുകയും ചെയ്തതനുസരിച്ച് ഭജിച്ചു. ആരാലും ജയിക്കപ്പെടുവാൻ കഴിവില്ലെങ്കിലും സ്വഭക്തന്മാരുടെ ഗുണഗണങ്ങളാൽ ജയിക്കപ്പെടുവാൻ കഴിയുന്ന ഭഗവാനെ ആ ബാലകൻ പ്രസാദിപ്പിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ യഹ 5 വർഷ, ഈ 5 വയസ്സായിരിക്കുന്ന സുരുചിയ ആ പുത്രൻ സുരുചിയുടെ വാഗ്ബാണങ്ങളെ കൊണ്ട് ഭിന്നിച്ച ഹൃദയനായിട്ട് വനം ഗത, വനത്തിൽ പോയിട്ട് സൻഹരിം ജിതവാൻ, ഹരിയെയും ജയിച്ചു എന്നാണ് പറയുന്നത്. യഹ 5 വർഷ സുരുച്യ വാഗ്ബാണേന വിരുദ്ധ. ആ 5 വർഷം പ്രായമായിരിക്കുന്ന ആ ധ്രുവൻ സുരുച്യ വാഗ്ബേണ വിദ്ധ, സുരുചിയുടെ ആ വാക്സരങ്ങളാൽ വിദ്ധനായിട്ട് വനം ഗത, വനത്തിൽ പോയിട്ട് സൻഹരിം, ഹരിയെ ജിതവാൻ, ഹരിയെയും ജയിച്ചു. അപ്പോൾ ഒന്നുകൂടി പറയാം. യഹ 5 വർഷ സുരുച്യ വാഗ്ബാണേന വിദ്ധ വനം ഗത സൻഹരിം ജിതവാൻ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യഹ ക്ഷത്രബന്ധുർഭുവി തസ്യാധിരൂഢമന്വാരുരുക്ഷേദപി വർഷപൂഗൈഃ ഷട്ട് 5 വർഷോ യദഹോഭിരൽപൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപ തൽപദം. കൂടി ചൊല്ലാം. യഹ ക്ഷത്രബന്ധുർഭുവി തസ്യാധിരൂഢം അന്വാരുരുക്ഷേദപി വർഷപൂഗൈഃ ഷട്ട് 5 വർഷോ യദഹോഭിരൽപൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപ തത്പദം. 5-6 വയസ്സ് പ്രായമായവൻ കുറഞ്ഞ ആ ദിവസങ്ങൾ കൊണ്ട് ആ വൈകുണ്ഠനാഥനെ പ്രസാദിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ആ സ്ഥാനം ഏതോ അതിനെ പ്രാപിച്ചു. ഭൂമിയിൽ ആ ക്ഷത്രിയനായി
പിറന്നിട്ടുള്ള ഏതൊരുവൻ അദ്ദേഹം ആ ധ്രുവൻ ആരോഹണം ചെയ്ത ആ സ്ഥാനത്തെ 1000 സംവത്സരങ്ങൾ കൊണ്ട് പോലും അദ്ദേഹത്തെ അനുകരിച്ചിട്ട് ആർക്കും അതിൽ കയറുവാൻ സാധിക്കില്ല, പ്രാപ്തമാകുമോ എന്നുള്ളതാണ് ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അതിലത്തെ പദങ്ങൾ ഷഡ് പഞ്ചവർഷ 5-6 വയസ്സ് പ്രായമായവൻ, അൽപൈഹി കുറഞ്ഞ, അഹോഭിഹി ദിവസങ്ങൾ കൊണ്ട്, വൈകുണ്ഠനാഥനെ പ്രസാദിപ്പിച്ചിട്ട്, യത് തത് പദം അവിടുത്തെ ആ സ്ഥാനം ഏതോ അതിനെ, അവാപ പ്രാപിച്ചുവോ, ഭുവി ആ ഭൂമിയിൽ, ക്ഷത്രബന്ധു ക്ഷത്രിയനായി പിറന്ന ഏതൊരുവൻ, തസ്യ അധിരൂഢം അദ്ദേഹം ധ്രുവൻ ആരോഹണം ചെയ്ത സ്ഥാനത്തെ, വർഷപൂഗൈഹി 1000 സംവത്സരങ്ങൾ കൊണ്ട് പോലും, തം അദ്ദേഹത്തെ അനുസരിച്ചിട്ട്, ആരുരുക്ഷേൽ അപി അവരോഹണം ചെയ്യുവാൻ ഇച്ഛിക്കുവാൻ പോലും പ്രാപ്തനാകുമോ? ഒന്നുകൂടി പറയാം. 5-6 വയസ്സ് പ്രായമായവൻ ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ വൈകുണ്ഠനാഥനെ പ്രസാദിപ്പിച്ച് അവിടുത്തെ സ്ഥാനം ഏതോ അതിനെ പ്രാപിച്ചു. ഭൂമിയിൽ ക്ഷത്രിയനായി പിറന്ന ഏതൊരുവൻ, അദ്ദേഹം ആ ധ്രുവൻ ആരോഹണം ചെയ്തിരിക്കുന്ന സ്ഥാനത്തെ 1000 സംവത്സരങ്ങളെ കൊണ്ട് തപസ് ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ അനുകരിച്ച് ആ ആരോഹണം ചെയ്യുവാൻ പ്രാപ്തനായില്ല എന്നുള്ളതാണ് ഇവിടെ ആ ധ്രുവനെ പറ്റി പറയുന്നത്. 5-6 വയസ്സുള്ളപ്പോൾ തന്നെ ചുരുക്കം ദിവസങ്ങളിലെ പ്രയത്നം കൊണ്ട് ധ്രുവൻ ആ ഭഗവാനെ സന്തോഷിപ്പിച്ച് വൈകുണ്ഠ പദപ്രാപ്തി കൈവരുത്തി എന്ന് വെച്ച് ഈ ഭൂമിയിൽ ഏതൊരു ക്ഷത്രിയൻ ആധമനാണ് അനേക സംവത്സരങ്ങൾ കൊണ്ടുപോലും ആ പദവി ലഭിക്കാൻ ഇച്ഛിക്കുക പോലും ചെയ്യുക. ഇത് പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം നടന്ന ഒരൊറ്റപ്പെട്ട അത്യപൂർവ സംഭവം ആണെന്നും ഇതുകണ്ട് ആരും ചാടിപ്പുറപ്പെടേണ്ട എന്നും ആണ് ഇവിടെ ഭാവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ യാതൊരുവൻ 5 വയസ്സ് മാത്രം ഉണ്ടായിരുന്നിട്ടും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ വൈകുണ്ഠനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലെത്തി. ആ വിശിഷ്ട സ്ഥാനം അനേകായിരം വർഷങ്ങൾ കൊണ്ട് പോലും ഏതു ക്ഷത്രിയനാണ് പ്രാപിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5-6 വയസ്സ് പ്രായമുള്ള ഒരുവൻ അല്പങ്ങളായിരിക്കുന്ന ദിവസങ്ങളിൽ ചെയ്ത ഉഗ്രതപസ്സിനാൽ ആ ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് ആ ഭഗവത്പാദത്തെ പ്രാപിച്ചു. ആ സ്ഥാനത്തെ ബഹുവർഷം കൊണ്ടും ക്രമത്തിൽ പ്രാപിക്കാം എന്നുള്ള ആ ആഗ്രഹം പോലും മറ്റൊരു ക്ഷത്രിയന് ഉണ്ടാവുകയില്ല. ഇതര ക്ഷത്രിയന്മാർക്ക് ആഗ്രഹിപ്പാൻ കൂടി കഴിയാത്തതായിരിക്കുന്ന ആ ഉന്നത പദം പ്രാപിച്ചിരിക്കുന്നു ധ്രുവൻ എന്നാണ് ഇതിൻ്റെ സാരം വരുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ വരണ എന്താ നോക്കാം. പറഞ്ഞിരിക്കുന്നത് ധ്രുവസ്യ ആധിരൂഢം പദം, ധ്രുവൻ ആ അധിരൂഢൻ ചെയ്ത കയറിയ പദം, ഭൂമിയിൽ ക്ഷത്രിയർക്കും ബഹുവർഷൈരപ്യാരോഢും അസമർത്ഥ, ബഹുവർഷങ്ങൾ കൊണ്ട് പോലും അതിൽ ആരോഹണം ചെയ്യുക എന്നുള്ളത്, ആരൂഢം ചെയ്യുക എന്നുള്ളതിന് അവർ അസമർത്ഥരാണെന്നർത്ഥം. ധ്രുവസ്യാധിരൂഢം പദം ഭുവി സർവ ക്ഷത്രിയോ ബഹുവർഷൈരപ്യാരോഢും അസമർത്ഥ. ധ്രുവന് അതിരൂഢം ആയിരിക്കുന്ന ആ പദം ഭുവി സർവ ക്ഷത്രിയോ, ഈ ഭൂമിയിലെ എല്ലാ ക്ഷത്രിയരും
ബഹുവർഷേരപ്യാരോഢും അസമർത്ഥ, ബഹുവർഷം കണ്ടുപോലും അത് ആരോഹണം ചെയ്യാൻ അവർ അസമർത്ഥരായിട്ട് തീരണു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ധ്രുവൻ 5 വയസ്സ് മാത്രമുള്ളവനായിരുന്നിട്ടും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വൈകുണ്ഠനെ പറഞ്ഞു. അപ്പോൾ പിന്നെ മൈത്രേയൻ പറയുന്ന വാക്കുകളാണ് അടുത്തത്. മൈത്രേയൻ പറയുന്നതാണ് പിന്നത്തെ. മൈത്രേയ ഉവാച ഏതത്തേഭിഹിതം സർവം യൽ പൃഷ്ടോഹമിഹ ത്വയാ ധ്രുവസ്യോദ്ദാമയ യശശ്ചരിതം സമ്മതം സതാം. അടുത്ത ശ്ലോകം അത് 44-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.